ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് തയ്യാറാക്കാനായിട്ട് പോകുന്നത് KFC ആണ്. അതായത് നമ്മളിത് കോട്ട് ചെയ്തെടുക്കുന്നത് ഓട്സ് വെച്ചിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ വെച്ച് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞങ്ങളിപ്പോൾ ഇവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കതിലേക്ക് അരപ്പ് തയ്യാറാക്കാനായിട്ട് 2 കതിരി വേപ്പില, പിന്നെ അതിലേക്ക് അല്പം മല്ലിയില, പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ നമുക്ക് ഒരു പകുതി സവാള നല്ലതുപോലെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കട്ട തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. പുളി കുറവുള്ളതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു 2 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസ് ചിക്കനും മൈദയിൽ ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്ത് മുട്ടയിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കത് ഓട്സിലിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം കേട്ടോ. അതേസമയം നമുക്ക് ഒരു പാൻ ചൂടാകാനായിട്ട് വെക്കാം. നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്നുണ്ട്. ഓയിൽ ചൂടായി വന്ന ശേഷം നമുക്ക് ഓരോ പീസസ് ആയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്ന ഓയിൽ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പീസ് നമ്മൾ കോട്ട് ചെയ്തെടുത്തത് നമ്മുടെ പാനിലേക്ക് ഇടാം. ഇപ്പോൾ ഇത് അത്യാവശ്യം മരുന്ന് വരുന്നുണ്ട്. ഒരു സൈഡ് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ബാക്കി എല്ലാ പീസസും കൂടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലെ തന്നെ അത്രയും മനോഹരമായിട്ടും, അതായത് നല്ല ഉള്ളിൽ നല്ല സോഫ്റ്റും പിന്നെ പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള KFC നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സോ താങ്ക് യു, ബൈ.